നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വരുന്ന മെയ് മാസം 1-ാം തീയതിയോടുകൂടി വ്യാഴം രാശി മാറുന്ന വിവരം എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. അപ്പം വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വ്യാഴത്തെക്കുറിച്ച് ആരും വലുതായിട്ട് ജ്യോതിഷത്തിൽ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ പറയാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വ്യാഴം രാശി മാറുന്ന കാര്യം എല്ലാവരും പ്രധാനമായിട്ട് പറയാനുള്ള കാരണം, വ്യാഴം ഒരു വർഷം കൊണ്ടേ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറത്തുള്ളൂ. 2025 ജൂൺ മാസം വരെ വ്യാഴം ഇടവൻ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ വ്യാഴത്തെ കൊണ്ടാണ് നമുക്കറിയാം ഈ എല്ലാ വിധത്തിലുള്ള ദൈവാധീനം. നമ്മൾ വ്യാഴം മറഞ്ഞു എന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. ഈശ്വരാധീനം മറയുക. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാകണമെങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകണം. നമ്മൾ എവിടെ പൂജ ചെയ്താലും അല്ലെങ്കിൽ എവിടെ ജ്യോതിഷം നോക്കിയാലും ഉടൻ തന്നെ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തെക്കുറിച്ചാണ് ജ്യോതിഷികൾ പറയുന്നത്. വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം അത്രത്തോളം അത്യാവശ്യമാണ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ ജീവിത കാര്യങ്ങൾക്കും. എല്ലാ ഗ്രഹങ്ങളിലും, എല്ലാ നവഗ്രഹങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തെ കൊണ്ടാണ് ധനപുരോഗതി, സർവ്വവിധത്തിലുള്ള ഐശ്വര്യം, സന്താന സൗഭാഗ്യം, വിവാഹാദി മംഗളകാര്യങ്ങൾ, സൗഭാഗ്യകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യാഴത്തെ പ്രതിനിധാനം ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ അതിദേവത ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബൃഹസ്പതിയെയാണ് കണക്കൂട്ടുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയാണ് അതിൻ്റെ അതിദേവതയായിട്ട് ദോഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താലും വ്യാഴഗ്രഹത്തിൻ്റെ ദോഷം മാറും എന്നും ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇതും പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വ്യാഴപ്രീതിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈശ്വരാധീനം മറഞ്ഞു എന്ന് നമ്മൾ ജ്യോതിഷപരമായി പറയുന്നത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു പ്രശ്നത്തിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇല്ലാതിരിക്കുക, ഒരു കർമ്മത്തിൽ വ്യാഴത്തിൻ്റെ ഈശ്വരാധീനം ഇല്ലാതിരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആകമാനം ദുരിതമായിരിക്കും. പ്രശ്നം വെക്കുമ്പോഴും ജ്യോതിഷം നോക്കുമ്പോഴും വ്യാഴം ദോഷഭാവത്തിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ പോലും അതിന് പ്രതിവിധികൾ ചെയ്യാണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പം നമുക്കറിയാം വ്യാഴം 1, 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ദോഷമാണെന്ന് പ്രധാനമായിട്ട് ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടാതെ നീചരാശിയായ മകരത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? വളരെയധികം ദോഷമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൂടാതെ നമുക്കറിയാം കർക്കിടക രാശിക്കാർക്ക് 9-ാം ഭാവാധിപനും അതുപോലെ തന്നെ 6-ാം ഭാവാധിപനുമായിട്ട് വരും ആര്? വ്യാഴഗ്രഹം. അങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾക്ക് ഓരോരോ സ്ഥാനമനുസരിച്ച് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം നമുക്കറിയാം മേടം രാശിക്കാർക്ക് 12-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായിട്ട് വരും. ഇടവൻ രാശിക്കാർക്കാരായിട്ട് വരും അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമായിട്ട് മാറും ആര്? വ്യാഴം. ഇങ്ങനെ ഓരോരോ രാശിയിൽ ബുധൻ മിഥുനൻ കൂറുകാർക്ക് വരുമ്പം 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായിട്ട് വരും. അപ്പം വ്യാഴത്തിൻ്റെ ഇഷ്ട നക്ഷത്രങ്ങളെ നമുക്കറിയാം പുണർദം, വിശാഖം, പൂരുരുട്ടാതി, ഈ 3 നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രഹം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്തോത്രം വ്യാഴദോഷം പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമാണ്. ഓം ദേവാനാംച ഋഷീണാംച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതിം എന്ന് പറയുന്ന ആ മന്ത്രമാണ് വ്യാഴത്തിൻ്റെ സ്തോത്രം. ഇപ്പം മേടത്തിൽ നിൽക്കുന്ന, ഒരു വർഷമായിട്ട് മേടത്തിൽ നിൽക്കുന്ന വ്യാഴം അടുത്തതായിട്ട് മകരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് 12 രാശികൾക്കും കന്നിക്കൂറ് വരെയുള്ള കൂറ് വരെയുള്ളവരുടെ നക്ഷത്ര ഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം എല്ലാവരും ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം നോക്കാം. മേടം രാശിയുടെ ഫലമാണ് പറയുന്നത്. അതിനകത്ത് നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തിക, കാല് നക്ഷത്രമാണ് ഉള്ളത്. വ്യാഴം 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് പറയപ്പെടുന്നത്. കൂടാതെ പരീക്ഷ വിജയങ്ങൾ, മത്സര വിജയങ്ങൾ, ഇൻ്റർവ്യൂവിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക്, തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഗുണമുണ്ടാകും. കാരണം ധനപരമായിട്ടുള്ള പുരോഗതിയാണല്ലോ പറയുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തിക, കാല് നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് 2-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരായിട്ടുള്ളവർക്കും സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു പ്രതീക്ഷയുള്ള ഒരു കാലഘട്ടമായിട്ട് വേണം ഇതിനെ അറിയപ്പെടാൻ. അതുകൂടാതെ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലേശം, അല്ലെങ്കിൽ ഭൂമി വിൽപ്പന പോലുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ശമ്പളം മുടങ്ങി കിട്ടുന്നവർക്കോ
അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം എവിടെന്നെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിലോ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഒരു കാര്യം കാണുന്നത്. ബിസിനസ്സിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊരു സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ തൊഴിൽ നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കും ഇതിൻ്റെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഫലം ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര എന്ന് പറയുന്ന നക്ഷത്രക്കാരുടെ ഫലം ഇടവക്കൂറുകാരായിട്ട്. അപ്പം നമുക്ക് അറിയാം 12-ലായിരുന്നു നമുക്ക് ഇതുവരെ വ്യാഴം കഴിഞ്ഞ ഒരു വർഷമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ ലഗ്നത്തിലേക്ക് ജന്മത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ പ്രവേശം ഉണ്ടാകുന്നത്. അപ്പം അത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സമയമായിട്ട് വേണം നമുക്ക് ഈ സമയത്തെ കണക്കുകൂട്ടാനായിട്ട്. അപ്പം അലച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറയുകയും കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുന്നതും അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടായിരുന്നത് അത് നിയന്ത്രിക്കാനൊക്കെ പറ്റുകയും നമ്മുടെ സന്താനങ്ങൾ മുഖാന്തരമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പഠനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും എന്നാണ് ഈ ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ച് കാണുന്നത്. മാത്രമല്ല അവരിൽ നിന്നും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ നിന്നും നമുക്ക് പലവിധത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നേടാനും ഈ നക്ഷത്രക്കാരായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ളവരുടെയൊക്കെ വിവാഹം നടക്കുന്നതിനുമൊക്കെ ഒരു അനുകൂല സമയമായിട്ട് വേണം ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ നമുക്ക് കണക്കാക്കാൻ. അപ്പം കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര എന്നിവർക്ക് ഒരു ആശ്വസിക്കാൻ വകയുള്ള ഒരു വർഷമാണ് ഈ വരുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്നാണ് പൊതുവെ കാണുന്നത്. നമുക്ക് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും നല്ല ഗുണകരമായിട്ടുള്ള കാലമാണ് എന്ന് പറയുന്നെങ്കിലും നിലവിലൊക്കെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ഒന്ന് മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് കാണുന്നുണ്ട്. ചില സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും സാധ്യത പറയുന്നുണ്ട്. അപ്പം ആദ്യ പകുതി കഴിയുമ്പോൾ ഒരു ഗുണകരമായിട്ടുള്ള കാര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുണ്യ തീർത്ഥങ്ങളിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാർക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തരക്കൊക്കെ വളരെ നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മകേരത്തരയും തിരുവാതിരയും പുണർന്നത്തിൽ മുക്കാലും ആണ് പറയുന്നത്. അപ്പം നിലവിൽ 11-ൽ നിന്നും വ്യാഴം 12-ലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പം 3, 6, 8, 12 ഭാവങ്ങളിലേക്ക് മാറുന്നത് ദുരിതങ്ങളെ വർദ്ധിപ്പിക്കുമെന്നും പണച്ചെലവ് പാഴ്ചെലവ് വർദ്ധിപ്പിക്കുമെന്നും പലവിധത്തിലുള്ള നഷ്ടങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഉള്ള ദുരിതങ്ങൾ ഉള്ളൊരു സമയമായിട്ട് വേണം നമുക്കിതിനെ കണക്കുകൂട്ടാൻ. അപ്പം വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലം നിർത്തിവെക്കുക. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാഹനമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. സ്ഥലം വാങ്ങൽ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു 6 മാസത്തേക്കൊക്കെ ഒന്ന് മാറ്റിവെക്കുക. പുണ്യ തീർത്ഥങ്ങളിലൊക്കെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നല്ലതായിരിക്കും എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ചിന്തിക്കേണ്ട ഒരു സമയം നമുക്ക് 11-ൽ നിന്നിരുന്ന വ്യാഴം 12-ലേക്ക് മാറുന്നത് കൊണ്ട് നമുക്ക് ധനനഷ്ട യോഗമാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു വഴി ഏത് വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാകാമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കർക്കിടകക്കൂറിൻ്റെ ഫലം നോക്കാം. പുണർദത്തിൽ കാലും, പൂയവും, ആയില്യവും. അപ്പം നമുക്ക് 11-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു രാശിമാറ്റത്തെ കാണുന്നത്. അപ്പോൾ ഈ 12 വർഷത്തിൽ നമുക്കറിയാം 12 വർഷം കൂടുമ്പോൾ വ്യാഴം ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കും. ഒരു വർഷമാണ് സഞ്ചാര കാലാവധി. അപ്പം ഏറ്റവും നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് വേണം സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നും ഏറെക്കാലമായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ പറ്റുമെന്നും ദീർഘകാലമായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക, ആ കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും മനസ്സിന് സന്തോഷം വരുത്തുന്ന പല കാര്യങ്ങളും പല വിധത്തിലുള്ള ധനലാഭവും സ്ഥാനക്കയറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉണ്ടാകാനും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിലോ ബിസിനസ് തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു ലാഭകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് പുണർദത്തിൽ കാലും, പൂയവും, ആയില്യം നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നമുക്ക് കാണിക്കുന്നത്. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം മകം, പൂരം, ഉത്തരത്തിൽ കാലുമാണ്. അപ്പോൾ ഇതുവരെ 9-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം 10-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്.
തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും അതൊരു ചെറിയ കാരണമാകാനും സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു 5-ാം ഭാവാധിപനും അഷ്ടമാധിപനും കൂടി ചേർന്നിട്ടുള്ള വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റമാണ് ഉണ്ടാകുന്നത്. ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. നിലവിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കാണിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിനും ഒരു സാധ്യത പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അഷ്ടമാധിപൻ്റെ ഒരു 10-ാം ഭാവത്തിലേക്കുള്ള ഒരു മാറ്റമാണ് കാണുന്നത്. പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ പൂർണ്ണമായ ഒരു ദോഷം എന്ന് പറയാനൊക്കത്തില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ്. തൊഴിൽപരമായിട്ട് മെച്ചവും ബിസിനസ് പരമായിട്ടുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ടാകാൻ കർമ്മത്തിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് നല്ലതാണെന്ന് കാണുന്നുണ്ട്. എങ്കിൽ പോലും മഹാവിഷ്ണു ഭജനം നല്ലതുപോലെ ചെയ്യുക, അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, അതുപോലെ തന്നെ ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക. ഗുണദോഷ സമ്മിശ്ര ഫലം അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു രാശിമാറ്റത്തെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. കാരണം 5-ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴവും അഷ്ടമാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴവും കൂടെ ഒരുപോലെ നമുക്ക് കർമ്മഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പം കർമ്മ പുരോഗതി ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും ഒരു തടസ്സങ്ങളും അവിടെ ഒരു നേരിടാനുള്ള. അപ്പോൾ തടസ്സങ്ങളൊക്കെ നീക്കിയാച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് നടന്നോളും. അടുത്തതായിട്ട് കന്നിക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. അഷ്ടമഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം. അത് കൂടാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. കേതുവിൻ്റെ ഒരു സ്ഥിതി നിലവിൽ നിൽപ്പുണ്ട്. എങ്കിലും വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള ഒരു മാറ്റം ഒരു ഭാഗ്യവർധന ഉണ്ടാകാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സന്താനങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭാഗ്യവർധനവും മൂലം പല കാര്യങ്ങളും നേടിയെടുക്കാനും ധനപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകാനും സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള നേട്ടങ്ങളുണ്ടാകാനും പുണ്യ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. അത് നല്ലൊരു മാറ്റമാണ് ഇപ്രാവശ്യം കന്നിക്കൂറുകാർക്ക് പറയാൻ പറ്റുന്നത്. കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി നേരെ 9-ാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. കേതുവിൻ്റെ സ്ഥിതി ഇപ്പോൾ കന്നിരാശിയിലുണ്ട് എന്ന് മറക്കരുത്. കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തരത്തെ മുക്കാല്, അത്തം, ചിത്തിരേൻ്റെ അരക്കാര് ഗണപതി ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമാണ്, സമയമാണ്. നാളികേരം തലക്കൊഴിഞ്ഞ് അടിക്കുക, ഗണപതി ഹോമം ചെയ്യുക, ഉണ്ണിയപ്പം മോദകം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക. വ്യാഴം 9-ാം ഭാവത്തിലോട്ട് വരുന്നതുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നതെന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പം ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ നടത്തുക, നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക, തുളസിമാലയൊക്കെ ചാർത്തുക, വെണ്ണ നിവേദ്യമൊക്കെ ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഫലം കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ കേതുവിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറിൽ വരുന്ന. അപ്പം നമുക്ക് നിലവിൽ തുലാക്കൂറുകാർക്ക് 7-ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. അപ്പം തുലാക്കൂറിൽ വരുന്നവർക്ക് ഒരു കഷ്ടകാലത്തിൻ്റെ ഒരു സൂചനയായിട്ട് ഇതിനെ കണക്ക് കൂട്ടണം. ദൈവാധീനം ഏറ്റവും കുറഞ്ഞ സമയമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ, പലവിധത്തിലുള്ള ബാധ്യതകളും നമ്മൾ അറിയാതെ വന്നു ചേരാനും ഉള്ള ബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ഉള്ള ഒരു സമയമായിട്ട് വേണം നമ്മളിതിനെ കണക്കൂട്ടാൻ. പുതിയ കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങാതിരിക്കുക, കയ്യിലിരിക്കുന്ന പണം മുടക്കി നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുക, ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. കുടുംബ ബന്ധങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുകളാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലർക്കും ജാമ്യം നിൽക്കുക, പണം കടം മേടിച്ച് പലർക്കും കൊടുക്കുക, പണമിടപാടുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക നല്ല ദോഷ സമയമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം വിഷ്ണു ഭജനം നല്ലതുപോലെ ചെയ്യുക, മഹാഗണപതിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ദോഷ സമയം എന്ന് തന്നെയാണ് ജ്യോതിഷപരമായിട്ട് ഇപ്പോഴത്തെ സമയം കാണുന്നത്, ഈ വരുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം. നമസ്കാരം.